എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മളിനി ഒരു 96 കിലോമീറ്ററാണ് ഇനി പോർബന്തറിനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഹോട്ടൽ വച്ച്രാജിൽ വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇതൊരു ദാബ സ്റ്റൈലിലുള്ളൊരു ഹോട്ടലാണ്. നമ്മൾ മുമ്പ് കിടന്ന ഹോട്ടലുകൾ പോലെ തന്നെ ബാത്റൂമുണ്ട്, കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രി ഇവിടെ കഴിച്ചു കൂട്ടിയിട്ട് നാളെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് മൃഗങ്ങളുടെയൊക്കെ ഏരിയ കഴിഞ്ഞെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഇനിയും ഗീർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറേ ദൂരം, അതായത് പോർബന്തറൊക്കെ കഴിഞ്ഞ് ദ്വാരക കഴിഞ്ഞാലേ ഉള്ളൂ ഗീർ ഫോറസ്റ്റിൻ്റെ ഏരിയ കഴിയത്തുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ദേ ഇത് കണ്ടോ, ലോറിയിൽ ലോഡ് കയറ്റുന്നുണ്ടോ? എന്താണെന്നറിയാമോ? ചെറിയ സാധനമല്ല, നാളികേരമാണ്. നാളികേരം എന്ന് പറഞ്ഞാൽ കരിക്ക്. ഈ പോകുന്ന ലോറികൾ മുഴുവൻ കരിക്കാണ്. ഇത് വിദേശത്തോട്ടൊക്കെ കയറിപ്പോകുന്നതാണ്. ഇവിടുത്തെ പോർട്ടിൽ നിന്നൊക്കെ വിദേശത്തേക്ക് കയറിപ്പോകാൻ പോകുന്ന ലോഡുകളാണ്. അതുപോലെ തന്നെ ഫാക്ടറികളിലോട്ട് ഈ കരിക്ക് വെള്ളം കൊണ്ടുള്ള ഫാക്ടറികളുണ്ട് ഇവിടെ. കരിക്ക് വെള്ളവും അതിൻ്റെ പൾപ്പും ഒക്കെ ഉപയോഗിച്ചുള്ള ഫാക്ടറികൾ, അങ്ങനത്തെ ഫാക്ടറികളിലോട്ടൊക്കെ പോകുന്നതാണ്. പിന്നെ ഇവിടെ ഒരു കരിക്കിൻ്റെ അകത്തെ കാമ്പെടുത്തിട്ട് ഒരു പലഹാരം ഉണ്ടാക്കും. അങ്ങനത്തെ ഒരുപാട് ഫാക്ടറികളുണ്ട്. അതിലേക്കൊക്കെ പോകുന്ന ലോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വണ്ടികൾ മുമ്പിൽ കൂടെ പാഞ്ഞു പോകുന്നത് കാണാം. ഇതുകൊണ്ട് ഒരുത്തി കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇറങ്ങണം, അവൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുകയില്ല, അവൾക്ക് ഇറങ്ങി ഇത്രയും നേരം ഒരു 10-15 മിനിറ്റ് അവളെ നടത്തിയിട്ടാണ് ഇപ്പം കൂട്ടിക്കയറ്റിയത്. പിന്നെയും കിടന്ന് കരയുകയാണ്. 2 ദിവസത്തിനുള്ളിൽ പോർബന്തറിൽ എത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വഴിയിൽ ഒരുപാട് തീർത്ഥാടകരെയൊക്കെ പരിചയപ്പെട്ടാണ് വരുന്നത്. അവർ ദ്വാരയ്ക്ക് പോകുന്നവരാണ്. അപ്പോൾ ശരി, ചോപ്പൻ്റെ യാത്ര തുടരുകയാണ്.